എന്താ പേര്? മേഴ്സി പോളി. എവിടുന്നാ വരുന്നത്? അറുന്നൂറ്റിമംഗലം. അതെവിടാണ്? കടുത്തുരുത്തി അടുത്തു നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് സഹോദരി സാക്ഷ്യം ഒന്ന് കേൾക്കാം. 2017 വഴിയിൽ ബ്രദറിൻ്റെ ധ്യാനം ഇവിടെ വന്ന് കൂടി. ഞങ്ങളുടെ ഒരു വീടും സ്ഥലവും വിൽക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു വന്നത്. ബ്രദറിൻ്റെ ധ്യാനം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അടുത്തോടി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് മോളെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വീടും സ്ഥലമുണ്ട് ബ്രദറെ, അത് വിറ്റ് പോകുന്നില്ല, അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ബ്രദറെ എനിക്കൊരു വചനം തന്നു, അത് വായിച്ച് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നടുവേദനയുണ്ട് ബ്രദറെ, ഞാൻ ബെൽറ്റ് കെട്ടിയാണ് നടക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സൗഖ്യമാകണ്ടേ എന്ന് വിളിച്ചപ്പോൾ ആ പറഞ്ഞു ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പം ബ്രദർ എൻ്റെ നടുവിനൊന്ന് തൊട്ടു, ബെൽറ്റ് ഊരിയിട്ട് നടുവിലൊന്ന് തൊട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് ഇരിക്കാൻ പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു, കാലും കൈയൊക്കെ ഒന്ന് കുടഞ്ഞു. ആ നിമിഷം യേശു ബ്രദറിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് ആ ബെൽറ്റ് കെട്ടേണ്ടി വന്നിട്ടില്ല. 9 വർഷമായി. അതുപോലെ നടുവിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് ഞാൻ സാക്ഷ്യം ഇവിടെ പറഞ്ഞോളാമെന്ന് ഞാൻ നേർന്നായിരുന്നു ഈശോയോട്. ബ്രദറിനും ബ്രദറിൻ്റെ എല്ലാ ടീമിനും കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വീടും സ്ഥലവും 2022 വിറ്റുപോയി. കർത്താവ് നൽകിയ വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. വിൽപ്പന നടക്കാൻ വീടും സ്ഥലത്തിൻ്റെ വിൽപ്പന കർത്താവ് നടത്തി കൊടുത്തു, അല്ലേ? നടത്തി. വർഷം കൊണ്ട് അനുഭവിക്കുന്ന നടുവ് നട്ടല് വേദന, ബെൽറ്റായിരുന്നു ധരിച്ചിരുന്നത്. 2017 ഇപ്പോൾ എത്ര വർഷമായി? 9 വർഷം മുൻപ് കർത്താവ് നൽകിയ സൗഖ്യമാണ്. അതിനുശേഷം ബെൽറ്റ് ധരിച്ചിട്ടില്ല, നടുവിന് ഒരു കുഴപ്പമില്ല. സൗഖ്യം നൽകുന്നത് ആരാണ്? ഒച്ചത്തിൽ പറ, ആരാണ്? യേശുവാണ് സൗഖ്യം നൽകുന്നത്.